ഹൃദയപൂർവം ഭാഗം 66. ആ ചേട്ടനെ നേരിട്ട് കണ്ട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അത് വഷളാക്കി ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകണോ എന്നാണ് എൻ്റെ ചോദ്യം. ഇത്രയും നേരം എനിക്ക് അങ്ങനൊരു സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ സിത്താരയുടെ കേസ് പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കടന്നു വന്നത്. ശരിയാണോ എന്നറിയില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു എന്നേയുള്ളൂ. ഇനി എല്ലാം നിങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കുക. പറ്റുമെങ്കിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ സന്ദീപ് എന്ന് പറയുന്ന ആ ചേട്ടനെ കാണുന്നതായിരിക്കും മാധവേട്ട നല്ലത്. അദ്ദേഹത്തെ കണ്ട് നിങ്ങളെല്ലാവരും കൂടി ഒന്ന് സംസാരിച്ച് നോക്ക്. തെറ്റിദ്ധാരണകൾ മാറ്റിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഗംഗ ചേച്ചിയുടെ ജീവിതം നന്നായിരിക്കും ആ ചേട്ടൻ്റെ കൂടെ. ലക്ഷ്മി പറഞ്ഞു. നിനക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നു അവരുടെ ജീവിതം നന്നായിരിക്കുമെന്ന്? ഇപ്പോൾ ഗംഗ പറഞ്ഞത് കേട്ടില്ലേ, അവൾ ഒരുപാട് വീർപ്പ് മുട്ടുന്നുണ്ട് എന്ന് ഇഷാനി ചോദിച്ചു. ശരിയാണ്, ഗംഗ ചേച്ചി പറഞ്ഞു വീർപ്പ് മുട്ടുന്നു എന്ന്. പക്ഷേ അത് ചേച്ചിയെ അയാൾ ഉപദ്രവിച്ചുകൊണ്ടോ ശരീരം വേദനിപ്പിച്ചുകൊണ്ടോ അല്ല അയാൾ വീർപ്പ് മുട്ടിക്കുന്നത്. സ്നേഹം കൊണ്ടാണ്, സ്നേഹത്തോടെയാണ്. സ്നേഹം നമുക്ക് പല രീതിയിൽ പ്രകടിപ്പിക്കാൻ പറ്റും അല്ലേ? അതാ ഞാൻ പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ, നമ്മൾ ജനിച്ചു വളരുന്ന സാഹചര്യങ്ങൾ, കണ്ടു വളരുന്ന സാഹചര്യങ്ങൾ കൊണ്ടാണ് പലതരത്തിൽ നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റും. ആ സന്ദീപ് എന്ന് പറയുന്ന ആള് ജീവിച്ച സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. കണ്ടില്ലേ, സിത്താര തന്നെ അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം പിടിച്ചെടുക്കാനാണ് നോക്കുന്നത്. അത് അവൾ കണ്ടു വളർന്ന സാഹചര്യം. ആ സാഹചര്യത്തിലൂടെ തന്നെയാണ് ഈ സന്ദീപ് എന്ന് പറയുന്ന ആളും പോയിരിക്കുന്നത്. അപ്പോൾ ഗംഗ ചേച്ചിയോട് കാണിക്കുന്നത് സ്നേഹം തന്നെയാണ്. അത് ചേച്ചിയെ എത്രമാത്രം വീർപ്പ് മുട്ടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചേച്ചി എത്രമാത്രം വിഷമിക്കുന്നുണ്ട് എന്ന് പുള്ളിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ എത്താനുള്ള ഒരു സാഹചര്യം എൻ്റെ ദേവൂട്ടി. അവളുടെ പ്രണയം ഹരിയായിരുന്നു. അവളും ഇതുപോലെ തന്നെയായിരുന്നു. ഭയങ്കര പൊസസീവ്നെസ് ആയിരുന്നു. അവളുടെ കൂടെ നടന്ന് അറിഞ്ഞിട്ടുണ്ട്. ഹരി ആരോടും സംസാരിക്കുന്നതോ ഒന്നും നോക്കുന്നത് പോലും ഇഷ്ടമല്ല ദേവുന്. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവൾക്ക് ഹരിയെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രണയത്തിന് പല രീതികളുണ്ട്, പല ഭാവങ്ങളുണ്ട്. എന്തായാലും ഗംഗ ചേച്ചിയുടെ ഭാഗം നമ്മൾ എല്ലാവരും കേട്ടു. ഇനി അയാളുടെ ഭാഗം കൂടി ഒന്ന് കേൾക്കണ്ടേ? എന്നോട് ദേഷ്യം തോന്നരുത് ഗംഗ ചേച്ചി. ഞാൻ പറഞ്ഞത്, ചേച്ചി പറഞ്ഞത് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. ചേച്ചിയുടെ മനസ്സിൽ സന്ദീപുണ്ട്. ഇല്ല എന്ന് ചേച്ചി എത്ര പറഞ്ഞാലും, എത്ര ആ സ്നേഹത്തിൽ ചേച്ചി വീർപ്പ് മുട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാലും, ചേച്ചി എവിടെയൊക്കെയോ ആ സ്നേഹം ആസ്വദിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? അവൾ ചോദിച്ചതും ഗംഗ ഒന്നും മിണ്ടിയില്ല. പിന്നെ ചേച്ചി പാലക്കാട് ഇവിടെ തന്നെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനിയും പലപ്പോഴും നിങ്ങൾ തമ്മിൽ കാണേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ വഴക്കിലോ ദേഷ്യത്തിലോ വിദ്വേഷത്തിലോ ഈ ബന്ധം അവസാനിപ്പിക്കാതെ രണ്ടുപേരും കണ്ട് സംസാരിച്ച് ഒത്തുപോകാൻ പറ്റുന്നില്ലെങ്കിൽ, നല്ല രീതിയിൽ അവസാനിക്കുകയാണെങ്കിൽ അയാൾക്ക് അയാളുടെ ജീവിതവും നന്നായിട്ട് ജീവിക്കാം. ഗംഗ ചേച്ചിയുടെ ജീവിതം നന്നായിട്ട് ചേച്ചിക്കും ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ ചേച്ചി അയാളെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറി പേടിച്ച് ജീവിക്കേണ്ടി വരും. അതിലും നല്ലത് സംസാരിച്ച് നല്ല രീതിയിൽ അവസാനിപ്പിക്കുന്നതല്ലേ, അല്ലെങ്കിൽ പുതിയൊരു രീതിയിൽ തുടക്കം കുറിക്കുന്നതല്ലേ? ലക്ഷ്മി ചോദിച്ചു. ശരിയാണ് ലക്ഷ്മി പറഞ്ഞത്. നമുക്ക് സന്ദീപിനോട് ഒന്ന് സംസാരിക്കാം. മാധവ് പറഞ്ഞതും അത് ശരിയാണെന്ന് എല്ലാവർക്കും തോന്നി. നിന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല ഗംഗ ഞങ്ങൾ അവനോട് സംസാരിക്കാൻ പോകുന്നത്. അവൻ്റെ തീരുമാനം, അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൽ നിനക്ക് വിഷമമൊന്നും കരുതണ്ട, മാധവും പറഞ്ഞു. അറിയാം മാധവേട്ട, ഞാനും ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് സന്ദീപിൻ്റെ ഉദ്ദേശം എന്ന്. സന്ദീപ് എന്താണ് എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്, എന്നെ എന്തിനാണ് ഇത്രമാത്രം വലിഞ്ഞു മുറുക്കിയിരിക്കുന്നത് എന്നെല്ലാം അറിയണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ലക്ഷ്മി പറഞ്ഞത് സത്യമാണ്. ഇത്രയും നാളും എനിക്ക് ചോദിക്കാനുള്ള ഒരു ധൈര്യക്കുറവുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി ചോദിക്കാൻ നിങ്ങളുള്ളപ്പോൾ എനിക്കാ പേടിയില്ല, അവൾ പറഞ്ഞു. ലക്ഷ്മി അവളുടെ കൈ പിടിച്ചു. എന്നോട് പിണക്കൊന്നും തോന്നിയില്ലല്ലോ, അവൾ ചോദിച്ചു. ഇല്ല, പിണക്കമൊന്നുമില്ല. നീ പറഞ്ഞത് സത്യമാണ്. സന്ദീപ് സ്നേഹിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ സന്ദീപിനെ സ്നേഹിക്കുന്നില്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നെ വലിഞ്ഞു മുറുക്കുന്നു ആ സ്നേഹം എന്നാണ് ഞാൻ പറയുന്നത്, ഗംഗ പറഞ്ഞു. അപ്പോൾ തന്നെ ഗംഗയുടെ ഫോൺ റിങ് ചെയ്തു. നമ്മളിവിടെ വന്നിട്ട് എത്ര സമയമായി? ആ സമയത്തിനുള്ളിൽ എത്ര പ്രാവശ്യം ആ മനുഷ്യൻ ഫോൺ ചെയ്തിട്ടുണ്ട്? അപ്പോൾ മറ്റൊരു റിലേഷൻഷിപ്പോ മറ്റൊരു കൂട്ടുകാരോ മറ്റു ബന്ധങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ സന്ദീപ് ഇങ്ങനെ വിളിക്കില്ലായിരുന്നു. ചേച്ചിയിൽ ഇപ്പോൾ അയാൾ ഒരു ആശ്രയമാണ് ആഗ്രഹിക്കുന്നത്. ചേച്ചിയിൽ നിന്നും
ഒരു സമാധാന വാക്കായിരിക്കും ആഗ്രഹിക്കുന്നത്, സന്ദീപ് ആഗ്രഹിക്കുന്നത്. ചേച്ചി ഫോൺ എടുത്ത് സംസാരിക്കുക. ലക്ഷ്മി പറഞ്ഞതും ഗംഗ ഫോൺ എടുത്തു. അവൾ തന്നെ ഫോൺ സ്പീക്കറിലിട്ടു. ഗംഗ. അവൻ്റെ വളരെ തളർന്ന ശബ്ദം കേട്ടതും ഗംഗയുടെ കണ്ണിൻ്റെ പിടപ്പ് എല്ലാവരും ശ്രദ്ധിച്ചു. എന്തുപറ്റി സന്ദീപ്? ഗംഗ ചോദിച്ചു. ഞാൻ സച്ചിയെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. സച്ചി ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ അങ്ങോട്ട് വരില്ല. ഒരു പ്രശ്നമുണ്ടാക്കാതിരിക്കാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, സന്ദീപ് പറഞ്ഞു. അത് കേട്ടപ്പോൾ എല്ലാവരുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കാരണം അത് ഗംഗയോടുള്ള ഇഷ്ടം കൊണ്ടാണ് അയാളത് ചെയ്തത് എന്ന് ആ സമയം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നു. സന്ദീപ് തിരിച്ചു വരികയാണോ? ഗംഗ ചോദിച്ചു. അതെ, തിരിച്ചു വരികയാണ്. എനിക്ക് നല്ല ക്ഷീണം. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി, സന്ദീപ് പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചാൽ സന്ദീപ് സമ്മതിക്കോ? അവൾ ചോദിച്ചു. എന്താ ഗംഗയ്ക്ക് എന്നോട് പറയാനുള്ളത്? അവൻ ചോദിച്ചു. സന്ദീപ് ഇപ്പോൾ എവിടെയാണ്? ഞാൻ വാളയാറ് കഴിഞ്ഞു, അങ്ങോട്ട് പോന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും വാളയാറ് വരെ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു, സന്ദീപ് പറഞ്ഞു. പിന്നെ ഒരുപാട് സംസാരിച്ചു. അവൻ മടങ്ങുന്നുണ്ടായിരുന്നില്ല. അവനും സിത്താരയും ഒക്കെ ഒരേപോലെ തന്നെയാണ്. രണ്ടുപേരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു. അങ്ങനെ ഞാനും സഞ്ജയും എല്ലാം പറഞ്ഞ് അവൻ തിരിച്ച് ചെന്നൈക്ക് പോയിട്ടുണ്ട്. ഇങ്ങോട്ടുള്ള യാത്രയിലായിരുന്നു അവൻ, സന്ദീപ് പറഞ്ഞു. സന്ദീപ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കുന്നിൻപുറത്തെ ക്ഷേത്രത്തിലേക്ക് ഒന്ന് വരാമോ? അവൾ ചോദിച്ചതും ഞാൻ നല്ല ടയേർഡാണ്, എന്നാലും കുഴപ്പമില്ല, ഞാൻ വരാം. എനിക്കും നിന്നെ ഒന്ന് കാണണം, അവൻ പറഞ്ഞു. അവൻ്റെ ശബ്ദം അത്രയും തളർന്നിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ കൂടി ലക്ഷ്മിക്കും മറ്റുള്ളവർക്കും തോന്നിയത്. ഗംഗ ചേച്ചി എന്നെ ഇങ്ങോട്ട് വരണ്ടാന്ന് പറ. ഇനിയിപ്പോൾ ഈ മല കയറി വരുമ്പോഴേക്കും ഒരുപാട് ക്ഷീണിക്കും. ഇപ്പോൾ തന്നെ ടയേർഡാണെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് നമുക്ക് മറ്റെവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് പറയും. അത് ശരിയാണ് ലക്ഷ്മി പറഞ്ഞത്. ഇതെങ്ങനെ ഇറങ്ങും എന്നാലോചിച്ച് എനിക്കിപ്പോൾ തന്നെ ബോധക്കേട് വരും, ഈശാനി പറഞ്ഞു. എന്നാൽ പിന്നെ ബ്രിട്ടീഷ് ബ്രിഡ്ജിലേക്ക് വരാൻ പറയേ, നമുക്ക് അവിടെ പോവുകയും ചെയ്യാം. കുറേ നാളായി അങ്ങോട്ട് പോയിട്ട്, സാന്ദ്ര പറഞ്ഞു. അപ്പോൾ തന്നെ അവൾ ഫോണെടുത്ത് സന്ദീപിനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്നാൽ നമുക്ക് ഇറങ്ങാം. നമ്മൾ ഇറങ്ങി അവിടെ ചെല്ലുമ്പോഴേക്കും സന്ദീപ് അവിടെ എത്തും, ഉദയൻ പറഞ്ഞു. എല്ലാവരും ഇറങ്ങുമ്പോൾ ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ച് മാധവ് അവളെ നിർത്തി. അവരെല്ലാവരും ഇറങ്ങുന്നതിന് പുറകിലായിട്ടാണ് മാധവ് അവളെയും കൊണ്ട് ഇറങ്ങിയത്. ലക്ഷ്മി, സന്ദീപ് ഗംഗയ്ക്ക് ഓക്കെയാണ് എന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? മാധവ് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ മാധവേട്ട, ഇങ്ങനെയും പ്രണയിക്കാം. നമുക്കൊരാളെ ഭ്രാന്തമായിട്ടും മറ്റാർക്കും വിട്ടുകൊടുക്കാതെ സ്വാർത്ഥമായിട്ട് പ്രണയിക്കാം. പിന്നെ പ്രണയിക്കുന്ന ഒരാളുടെ സന്തോഷത്തിനായിട്ട് വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന പ്രണയവും ഉണ്ട്. പിന്നെ കാര്യസാധ്യത്തിന് വേണ്ടി പ്രണയിക്കുന്ന പ്രണയവുമുണ്ട്. അതവൾ പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ വല്ലാത്ത ദേഷ്യമായിരുന്നു. അതെന്തിനാണെന്ന് മാധവ് തിരിച്ചറിഞ്ഞിരുന്നു. അവൾ ഓർത്തത് ദേവു, ഹരി, ഈശ്വർ എന്നിവരെയാണെന്ന് അവന് മനസ്സിലായി. അങ്ങനെ പ്രണയം പലവിധമാണ്, അവൾ പറഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രണയം എങ്ങനെയാണ്? അവളുടെ മൂഡ് മാറ്റാൻ എന്നതുപോലെ മാധവ് ചോദിച്ചു. സാഹചര്യങ്ങൾ കണ്ടറിഞ്ഞ് കൂടെയുള്ള ആള് എന്താണ്, എങ്ങനെയാണ് എന്നെല്ലാം അറിഞ്ഞ് ആളുടെ അവസ്ഥ മനസ്സിലാക്കി വിട്ട് കളയില്ല എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തിയ പ്രണയം. അവൾ പറഞ്ഞതും അവൻ അവളുടെ കൈവിട്ട് അവളുടെ തോളിലൂടെ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി. ആർക്കും വിട്ടുകൊടുക്കാത്ത ഒരു പ്രണയം. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചതും മതിയുടെ മാധവേ, ഈ മല ഇറങ്ങുമ്പോഴും വേണോടാ ഈ റൊമാൻസ്? ഉദയൻ തിരിഞ്ഞു നോക്കി പറഞ്ഞതും അവൻ്റെ സംസാരം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. നിങ്ങൾ മുന്നിലേക്ക് നോക്കിയല്ലേ നടക്കുന്നത്, നീ എന്തിനാ ഇങ്ങോട്ട് നോക്കി നടക്കുന്നത്? അത് ചുമ്മാ പുറകെ ഉണ്ടോ അല്ലെങ്കിൽ വേറെ വഴി പോയോ എന്നറിയാൻ വേണ്ടി നോക്കിയതാണ്, അവൻ പറഞ്ഞു. ഞങ്ങൾ പുറകെ തന്നെയുണ്ട്, നീ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ, മാധവ് പറഞ്ഞു. മല ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവർ നന്നായി ക്ഷീണിച്ചിരുന്നു. ഇനി അങ്ങോട്ട് പോകണ്ടേ? എനിക്കാണെങ്കിൽ വിശന്നു തുടങ്ങി, മിത്ര പറഞ്ഞു. നീ വിളിച്ച് സന്ദീപ് എവിടെ എത്തിയെന്ന് ചോദിക്ക്. വരാൻ ലേറ്റ് ആകുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണം എന്തെങ്കിലും കഴിക്കാം, മാധവ് പറഞ്ഞു. ഞാൻ വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ സന്ദീപിനെ വിളിച്ചു. 1/2 മണിക്കൂർ കൂടി എടുക്കുമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് പോയി ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി വണ്ടിയെടുത്തു. ഭക്ഷണം കഴിക്കാനായി കയറി. ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് അവർ ബ്രിട്ടീഷ് ബ്രിഡ്ജിനടുത്തേക്ക് പോയത്. അവർ അവിടെ ചെന്ന് കുറച്ച് സമയം കഴിഞ്ഞതും ഒരു കാറ് വന്ന് നിൽക്കുന്നത് കണ്ടു. അത് സന്ദീപിൻ്റെയാണെന്ന് പെട്ടെന്ന് തന്നെ
അവർക്കെല്ലാവർക്കും മനസ്സിലായി. സന്ദീപ് കാറിൽ നിന്നും ഇറങ്ങി നടു നിർത്തുന്നത് എല്ലാം കണ്ടു. ഒരുപാട് വണ്ടി ഓടിച്ചതിൻ്റെ ക്ഷീണം ഉണ്ടാവും. ഇങ്ങോട്ട് വന്ന് കയറി ഉടനെ തന്നെ തിരിച്ചു പോകേണ്ടി വന്നില്ലേ, അതുകൊണ്ട് നല്ല യാത്രാക്ഷീണം ഉണ്ടാവും. അവനെ നോക്കിക്കൊണ്ട് ഉദയൻ പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മളെ പെട്ടെന്ന് കാണണ്ട, ഇവിടെ വന്നിട്ട് കണ്ടാൽ മതി. ഇനി നമ്മളെ കണ്ടാൽ തിരിച്ചു പോയാലോ? ഇഷാനി പറഞ്ഞതും അത് ശരിയാണ്, നമ്മളെ കണ്ടാൽ ഉടൻ തന്നെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് മാറി നിന്നാലോ എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി കുറച്ച് മാറി നിന്നു. ഗംഗ, നീ ചെല്ല്, അവൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് വാ, മാധവ് പറഞ്ഞു. എല്ലാവരെയും നോക്കിക്കൊണ്ട് അവിടെ നിന്നും അവൻ്റെ അടുത്തേക്ക് നടന്നു. ഗംഗ കാറിൽ നിന്നും വെള്ളം കുപ്പിയെടുത്ത് മുഖം കഴുകിക്കൊണ്ടിരുന്ന അവൻ്റെ അടുത്തേക്ക് അവൾ ചെന്നു. അവളെ കണ്ടതും അവൻ്റെ മുഖം വിടരുന്നതും മാറി നിന്നാണെങ്കിലും എല്ലാവരും കണ്ടിരുന്നു. ഈ മനുഷ്യനെയായിരുന്നോ നമ്മൾ 2 ദിവസമായിട്ട് വില്ലനായിട്ട് കണ്ടത്? ഇതിലിപ്പോൾ ആരാണ് വില്ലൻ, വില്ലത്തി എന്നുള്ള സംശയത്തിലാണ് ഞാൻ. ഏറ്റവും പുറകിൽ നിന്നുകൊണ്ട് അങ്ങോട്ട് നോക്കി മിത്ര പറഞ്ഞു. ഇതിനെ വീട്ടിലാക്കിയിട്ട് വരായിരുന്നു അല്ലേ? നവീൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും കൊള്ളാം, ഞാൻ സമ്മതിക്കില്ല, അവൾ പറഞ്ഞതും എല്ലാവരും കണ്ടു. ഗംഗ സന്ദീപിനെയും കൂട്ടി അങ്ങോട്ട് വരുന്നത്. പെട്ടെന്നാണ് സന്ദീപ് അവിടെ നിൽക്കുന്ന മാധവിനെ അടക്കം എല്ലാവരെയും കാണുന്നത്. അവൻ അവരെ കണ്ടതും അവൻ അവിടെ നിന്നു. അവൻ ഗംഗയെ നോക്കി. ഗംഗ പേടിയോടെയാണ് അവൻ്റെ മുഖത്തേക്ക് നോക്കിയത്. എന്നാൽ അവൻ്റെ മുഖത്തെ അപ്പോഴത്തെ ഭാവം എന്തായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവൻ തിരിഞ്ഞു നടന്നു പോകുമെന്ന് കരുതിയ ഗംഗ കാണുന്നത് മുന്നിലേക്ക് നടക്കുന്ന സന്ദീപിനെയാണ്. അവൾ പേടിയോടെ അവൻ്റെ ഒപ്പം തന്നെ നടന്നത്. അവൻ ചെന്ന് മാധവിൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന ലക്ഷ്മിയുടെ അടുത്തേക്കായിരുന്നു. വിവാഹത്തിന് വരാൻ പറ്റിയില്ല. പ്രശ്നം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ വിവാഹ ആശംസകൾ, അവൻ പറഞ്ഞുകൊണ്ട് മാധവിൻ്റെ നേരെ കൈ നീട്ടിയതും ചെറിയൊരു പുഞ്ചിരിയോടെ തന്നെ അവൻ കയ്യിൽ പിടിച്ചു. ഞങ്ങൾ സന്ദീപിനെ കാത്തു നിൽക്കുകയായിരുന്നു. ക്ഷേത്രത്തിലായിരുന്നു, കുന്നുംപുറത്തുള്ള. അവിടേക്ക് ഇനി വന്ന് തനിക്ക് ബുദ്ധിമുട്ടാകും എന്ന് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. വളരെ ശാന്തമായി തന്നെ അവൻ പറഞ്ഞു. എന്താ എന്നോട് പറയാനുള്ളത്? അല്ല, ചോദിക്കാനുള്ളത്, അവൻ തന്നെ തിരുത്തി പറഞ്ഞു. മാധവ് ഗംഗയെ നോക്കി. എനിക്ക് ഇവൾ ആരാണെന്ന് അറിയുമോ തനിക്ക് എന്നറിയില്ല. ഞാൻ എൻ്റെ സ്വന്തം സഹോദരിയായിട്ടാണ് ഇവളെ കണ്ടിരിക്കുന്നത്. ഇവളും തിരിച്ച് എന്നെ സ്വന്തം സഹോദരനായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരിക്കുണ്ടാകുന്ന ഒരു പ്രശ്നം തന്നോട് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്, മാധവ് പറഞ്ഞു. സന്ദീപ് ഗംഗയെ നോക്കി. ഞാൻ മൂലമാണോ മാധവിൻ്റെ ഈ സഹോദരിക്ക് പ്രശ്നം? സന്ദീപ് ചോദിച്ചു. ആ സമയം ഗംഗയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോഴും തല കുനിച്ച് നിൽക്കായിരുന്നു. ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ പക്ഷേ തന്നോട് പറയാൻ വന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ളതാണെന്നും അത് എവിടം വരെ എത്തി നിൽക്കുന്നു എന്നും ഇപ്പോൾ എനിക്കറിയാം. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനിടയിൽ കൂടി സിത്താരയുടെ പ്രശ്നവും. സിത്താരയുടെ പ്രശ്നം അവിടെ നിൽക്കട്ടെ. എനിക്ക് സംസാരിക്കാനുള്ളത് ഗംഗയുടെ കാര്യമാണ്. നമുക്ക് കുറച്ച് മാറി നിന്ന് സംസാരിച്ചാലോ? മാധവ് ചോദിച്ചു. അത് കേട്ടപ്പോൾ ലക്ഷ്മി അടക്കം എല്ലാവരും അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞങ്ങൾ ആദ്യം സന്ദീപുമായിട്ട് സംസാരിക്കട്ടെ, മാധവ് പറഞ്ഞുകൊണ്ട് സന്ദീപിനെയും ഉദയനെയും നോക്കി. പിന്നെ നവീനെയും. ഇത് നവീൻ, മാധവ് പറഞ്ഞതും അറിയാം, ഇഷാനി വിവാഹം കഴിക്കാൻ പോകുന്ന ആള്. സന്ദീപ് പറഞ്ഞതും എല്ലാവരും നോക്കിയത് ഗംഗയായിരുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം. എന്നാൽ നമുക്ക് സംസാരിച്ചാലോ? മാധവ് ചോദിച്ചതും യാതൊരുവിധ തടസ്സവും പറയാതെ സന്ദീപ് അവരുടെ കൂടെ നടന്നു. അവർ കുറച്ച് മാറി നിന്ന് സംസാരിച്ചപ്പോൾ പെൺകുട്ടികളെല്ലാം വെള്ളത്തിലേക്ക് നോക്കി നിന്നു. ഇതിപ്പോൾ നമ്മളാരായി? എന്താണ് ആ ചേട്ടൻ പറയാൻ പോകുന്നത് എന്ന് കേൾക്കാൻ ആകാംക്ഷയോടെ കാത്തു നിന്നതാണ് ഞാൻ. ഇതിപ്പോൾ നമ്മളെ പറ്റിച്ചതുപോലെ ആയല്ലോ, മിത്ര പറഞ്ഞു. നീ ഉള്ളത് കൊണ്ടാണ് മാറിപ്പോയത്. ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നുവെങ്കിൽ കേൾക്കായിരുന്നു. നഖം കടിച്ചുകൊണ്ട് അവർ സംസാരിക്കുന്നത് നോക്കിക്കൊണ്ട് ഇഷാനി പറഞ്ഞു. ആ സമയം തന്നെ ഇഷാനിയുടെ ഫോൺ റിങ് ചെയ്തതും അവൾ ഫോണിലേക്ക് നോക്കി. നവീൻ്റെ നമ്പർ കണ്ടതും അവൾ അവനെ നോക്കി. എന്നാൽ ആരെയും നോക്കാതെ അവർ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നത് കണ്ടതും അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു. അവിടെ പറയുന്നത് അവൾ കേട്ടു. സന്ദീപ് ഫോൺ പോക്കറ്റിൽ തന്നെ വച്ചിരിക്കുകയായിരുന്നു. ഇത് നമുക്ക് കേൾക്കാനുള്ള സിഗ്നൽ തന്നെയാണ് എന്ന് അവർക്ക് മനസ്സിലായി. അവർ എല്ലാവരും മിണ്ടാതെ നിന്നു. മ്യൂട്ട് ചെയ്തിട്ടാണ് അവർ കേൾക്കാനായി നിന്നത്. ആദ്യം ഞാൻ സന്ദീപിനോട് ചോദിക്കട്ടെ, സന്ദീപിന് ഗംഗയെ ഇഷ്ടമാണോ? ശരിക്കും തൻ്റെ ജീവിതത്തിലേക്ക് തൻ്റെ ഭാര്യയായിട്ട് ജീവിതകാലം മുഴുവനും അവൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? മാധവ് ചോദിച്ചു. അങ്ങനെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് മാധവ് അച്ഛൻ്റെയും അമ്മയുടെയും ആരുടെയും അനുഗ്രഹവും ആശീർവാദവും സമ്മതവും ഒന്നും ചോദിക്കാതെ ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. അതെന്തിനാ സന്ദീപ് അങ്ങനെ ചെയ്തത്? തനിക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ തനിക്ക് വീട്ടിൽ പറയായിരുന്നില്ലേ? വീട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും
എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഞങ്ങളോട് വന്ന് സംസാരിച്ചാൽ നമുക്കെല്ലാവർക്കും കൂടി നല്ല രീതിയിൽ തന്നെ നടത്താമായിരുന്നല്ലോ. ഇതിപ്പോൾ ആരും അറിയാതെ നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ക്ഷേത്രത്തിൽ പോയി താലി കെട്ടി അവിടെയുള്ള രജിസ്റ്ററിൽ സൈൻ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് സന്ദീപ് അത് വിവാഹമാകുന്നത്? അവളെ എത്രമാത്രം വിഷമിക്കുന്നുണ്ട് എന്നറിയോ ആ ഒരു കാര്യത്തിൽ? മാധവ് ചോദിച്ചതും സന്ദീപ് തിരിഞ്ഞ് ഗംഗയെ നോക്കി. അത് മാത്രമോ? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിരിക്കുന്നു. ഒരു പക്ഷേ ഇത് വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പിരിയേണ്ടി വന്നാൽ നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു? ഈ ബന്ധം ആരും അറിയാതെ നിങ്ങൾ ഒഴിവാക്കുമായിരുന്നോ? ഇല്ല മാധവ്, എൻ്റെ ജീവിതത്തിൽ ഇനി മറ്റൊരു പെണ്ണ് കടന്നു വരില്ല. പെട്ടെന്ന് അവളോട് ഞാൻ ഇഷ്ടം പറഞ്ഞതല്ല മാധവ്. ഇഷ്ടം തോന്നി കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ വിവാഹം കഴിക്കാം എന്ന് പറയുന്നത്. അത് ആരും അറിയാതെ കഴിക്കാം എന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും കാരണമുണ്ടെന്ന് ചിന്തിക്കാൻ അവൾക്ക് സാധിക്കുമെന്നാണ് ഞാൻ കരുതിയത്. സന്ദീപ് പറഞ്ഞതും എല്ലാവരും സന്ദീപിനെ നോക്കി. എന്ത് കാരണമാണ് ഉള്ളത്? ഉദയനാണ് ചോദിച്ചത്. കാരണം ഒന്നേയുള്ളൂ, എൻ്റെ വീട്ടുകാർ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. അത് തന്നെയാണ് കാരണം, സന്ദീപ് പറഞ്ഞു. എന്തുകൊണ്ട് സമ്മതിക്കില്ല? മാധവ് പെട്ടെന്ന് തന്നെ ചോദിച്ചു. കാരണം മറ്റൊരു പെൺകുട്ടിയുമായിട്ട് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത് കൊണ്ട്. അവൻ്റെ ആ വെളിപ്പെടുത്തൽ കേട്ട് ഞെട്ടലോടെയാണ് മാധവും ഉദയനും നവീനും നിന്നത്. എന്നാൽ ഫോണിലൂടെ അത് കേട്ട് ഗംഗ വീഴാൻ പോയതും പെട്ടെന്ന് ലക്ഷ്മി അവളെ താങ്ങി. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന ഗംഗയെ എല്ലാവരും നോക്കി നിന്നു. അവൻ്റെ സ്നേഹം വീർപ്പും മുട്ടലാണ്. എനിക്ക് ബന്ധം വേണ്ട എന്ന് പറഞ്ഞവളാണ് നെഞ്ചു വിങ്ങി തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് ആ സമയം അവർ ഓർത്തു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.